നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഫുട്ബോൾ ലോകത്ത് തുടരുന്ന റൈവൽറിയാണ് സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും തമ്മിലുള്ള റൈവൽറി. നമുക്കറിയാം, രണ്ടുപേരും ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ട് ഭൂഖണ്ഡങ്ങളിലാണ് ഇരുവരും കളിക്കുന്നതെങ്കിൽ പോലും ആ ഒരു റൈവൽറി ഇപ്പോഴും സജീവമായി തുടരുന്നുണ്ട്. അതിന് കാരണം ഈ പ്രായത്തിലും മികച്ച പ്രകടനമാണ് രണ്ട് താരങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് ലിവർപൂൾ ഇതിഹാസമായ ജാമി കാരഗർ തന്റെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതായത്, മെസ്സിയും ക്രിസ്ത്യാനോയും പരസ്പരം അംഗീകരിക്കാനോ തോറ്റുകൊടുക്കാനോ തയ്യാറല്ലെന്നും അതുകൊണ്ട് തന്നെ ഇരുവരും കളി നിർത്തുന്നത് വരെ ഇത് തുടരുമെന്നാണ് ഇപ്പോൾ കാരഗർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ goal.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ രണ്ടുപേരും പരസ്പരം തോൽക്കാൻ തയ്യാറല്ല. കിരീടങ്ങളുടെ കാര്യത്തിലും ബാലൺ ഡി ഓർ പുരസ്കാരത്തിന്റെ കാര്യത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവർ തമ്മിൽ എല്ലാ സീസണിലും വലിയ റൈവൽറി നിലനിന്നു. പരസ്പരം മികച്ച താരങ്ങളാക്കി മാറ്റുന്നതിൽ ഇരുവർക്കും പങ്കുണ്ട്. പക്ഷെ അവർ കളി നിർത്തുന്നത് വരെ മറ്റൊരാളെ അഭിനന്ദിക്കാനോ അംഗീകരിക്കാനോ തയ്യാറാവില്ല. അവർ കളിക്കുന്ന കാലത്തോളം ഇത് തുടരുക തന്നെ ചെയ്യും. ഒരാൾ എന്തൊക്കെ ചെയ്താലും മറ്റൊരാൾ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അവർ ഒരിക്കലും വിശ്രമിക്കില്ല. ഇതുവരെ ചെയ്തതൊന്നും അവർ ആസ്വദിച്ചിട്ടില്ല എന്ന് ഞാൻ പറയേണ്ടി വരും. മറിച്ച് എതിരാളി തന്റെ പിറകിൽ വരുന്നുണ്ടെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി അവർ മത്സരിക്കുകയായിരുന്നു. ഒരാൾ ഹാട്രിക്ക് നേടിയാൽ അധികം വൈകാതെ തന്നെ മറ്റൊരാൾ ഹാട്രിക്ക് സ്വന്തമാക്കിയിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഇവരുടെ ഈ ഒരു മെന്റാലിറ്റി അത് എടുത്ത് പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതാണ് ജാമി കാരഗർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും മികച്ച പ്രകടനമാണ് രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പെർഫെക്റ്റ് ഹാട്രിക്ക് സ്വന്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. അതേസമയം മെസ്സി കഴിഞ്ഞ മത്സരത്തിൽ 5 അസിസ്റ്റുകളും 1 ഗോളുമായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.